ഓക്കെ ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ അടുത്ത ഒരു പാർട്ടിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. പേജ് നമ്പർ 10 സെക്കൻഡ് പാരഗ്രാഫാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. എവിടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയിരുന്നത്? ഓർക്കുന്നുണ്ടാവും. സുരേന്ദ്രജിയുടെ ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്ന ഭൂൽ ജാത്താ. അദ്ദേഹത്തിന്റെ കൈ അങ്ങ് ചലിക്കാൻ തുടങ്ങിയാൽ, അടി അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ മറന്നു പോവാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ. ഏക് ദിൻ, ഒരു ദിവസം സുരേന്ദ്രജി മാൻ സാഹിബിനെ ബേല के बालों में पंजा फंसाया. क्या किया? सुरेंद्र मान साहब ने एक दिन बेला के बालों में पंजा फंसाया. पंजा ഫസാന എന്ന് പറഞ്ഞാൽ പിടിക്കാന്ന. പഞ്ചിങ് നമ്മൾ പഠിച്ച പോലെ കൈകൊണ്ട്, കൈന്റെ ഉള്ളിൽ മുടി ഇങ്ങനെ കൊടുക്കുന്നതിനെ, കൈ കൊണ്ട് മുടി ഇങ്ങനെ പിടിക്കുന്നതിനെ പഞ്ചാ ഫസാന എന്ന് പറയും. കഹാ पर पंजा फसाया? बेला के बालों पर पंजा फसाया. ओके. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे, पर എന്നാൽ ഷായദ് ഒരു പക്ഷേ ജിസ് ഗലത്തി കോ പാക്കർ, ഏത് ഗലത്തി കിട്ടിയിട്ടാണ്, ഏതൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടാണ്, ഏതൊരു തെറ്റ് കണ്ടിട്ടാണ്, ഉസ്കെ ബാൽ പക്കടുക്കർ, ഉസ്കെ ബാൽ, ബാല് മുടി, ഉസ്കെ ബാൽ വർബ് പ്ലസ് കെ, ഉസ്കെ അണ്ടർലൈൻ ഉസ്കെ ബാൽ പക്കടുക്കർ, അവിടെ ബാല് പിടിച്ചിട്ട്, മുടി പിടിച്ചിട്ട്, ഹെങ്കിനെ വാലേതെ എറിയാൻ പോയിരുന്നത് ഓ ഗൽത്തി ദി ഹി നഹി, സത്യത്തിൽ അതൊരു മിസ്റ്റേക്കേ ആയിരുന്നില്ല. ഗൽത്തി ദി ഹി നഹി, അതൊരു തെറ്റ് തന്നെ ആയിരുന്നില്ല. അതാണ് ഗൽത്തി ഹി എന്ന് പറഞ്ഞാൽ മാത്രമാണ്. നഹി, ഒരു തെറ്റ് പറയാൻ പറ്റിയൊരു തെറ്റ് പോലും ആയിരുന്നില്ല. ഉൻഹോനെ ബേലാക്കോ ചോട് ദിയ, ഉൻഹോനെ ബേലാക്കോ ചോട് ദിയ. ശരിക്കും നോക്കണേ, ചാപ്റ്ററിൽ നോക്കണം. ബേലയെ ചോട് ദിയ, ഉപേക്ഷിച്ച് വിട്ടു എന്നർത്ഥം. ചോട് ദേനാണ് വിടുക എന്നർത്ഥം. ഉൻഹോനെ അണ്ടർലൈൻ വേ പ്ലസ് നേ, വേ പ്ലസ് നേ ഉൻഹോനെ, അദ്ദേഹം അവളെ വിട്ടു. ബേലാക്കെ ഭയഭീത് ചെഹരെ കോ ദേഖ്കർ സാഹിൽ ബുരി തറഹ ഡർ ഗയാ. ബേലയുടെ ഭീകരമായ മുഖം, ഭയഭീത് ചെഹരെ കോ ദേഖ്കർ, ചെഹര ഫേസ്, മുഖം കണ്ടിട്ട്, ഓർക്കണ്ടല്ലോ, ദേഖന എന്ന ക്രിയ നാ കട്ട് ചെയ്തു, അവിടെ കർ വെച്ചു. ദേഖ് ഖർ, കണ്ടിട്ട്, നോക്കിയിട്ട്, സാഹിൽ ബുരി തറഹ ഡർ ഗയാ, സാഹിൽ വല്ലാതെ വളരെയധികം പേടിച്ചരണ്ടിരുന്നു, പേടിച്ചു പോയിരുന്നു. എന്താണ്, ചെറിയ കുട്ടികളല്ലേ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ മക്കളല്ലേ. ഈ ആചാനബാബുവായ ഈ സുരേന്ദ്ര മാൻ സാഹിബിന്റെ ഈ പിടുത്തലിലൂടെ, വിവരത്തിലൂടെ ആകെ ഞെട്ടിത്തെറിച്ചു. उसने देखा कि बेला के पाव, उसने देखा अंडरलाइन उसने, वह प्लस ने, അവൻ കണ്ടു. എന്താ കണ്ടത്? ബേല കെ പാവ് അഭി ഭി, ബേലയുടെ കാലുകൾ അപ്പോഴും കാമ്പുരഹേ, വിറക്കുന്നുണ്ടായിരുന്നു. കാമ്പന, വിറക്കുക. അഭി ഭി, അപ്പോഴും. ഉസ്നെ ദേഖ, ഉസ്നെ നമ്മൾ പറഞ്ഞു ബേല കെ പാവ് അഭി ഭി കാമ്പ് രഹേ. ഉസ്നെ എന്തായിരുന്നു? വഹ് പ്ലസ് നെ. ഓക്കെ. കാമ്പ് രഹേ ജൈസെ വോ ഖഡേ ഖഡേ അഭി ഗിർ ജായേഗി. എങ്ങനെ ഉണ്ടായിരുന്നു അവള്? ജൈസെ, എങ്ങനെയായിരുന്നു? ഓ ഖഡേ ഖഡേ, അവൾ നിൽക്കെ തന്നെ, നിന്നുകൊണ്ട് തന്നെ, ഘടന നിൽക്കുക. അഭി ഗിർ ജായേഗി, ഇപ്പൊ വീണു പോവോ എന്ന് തോന്നുന്നുണ്ടായിരുന്നു. ഗിർന, വീഴുക. ഗിർ ജായേഗി, ഏ ടെൻസാ? ഫ്യൂച്ചർ ടെൻസ്, ഭവിഷ്യത് കാൽ. ഗിർ ജായേഗി, ഗിർ ജാന, വീണു പോവുക. ജാന എന്നതിന്റെ ക്രിയയുടെ അടയാളമായ നാ കട്ട് ചെയ്ത് ജാ എന്നതിന്റെ കൂടെ ഏകി എന്ന് ചേർത്തു. ഏതായതുകൊണ്ട് സിംഗുലർ ആണ്. വഹ് എന്നാണ് അതിന്റെ സബ്ജക്ട്, കർത്താവ്. सुरेंद्र जी मान साहब ने कापी को उसके बैठने की जगह फेंकते हुए कहा. अरे സുരേന്ദ്ര മാൻ സാബ് എന്ത് ചെയ്തു? കോപ്പിക്കോ, ആ നോട്ട്ബുക്കിനെ, ഉസ്കെ ബൈഠ്നെ കി ജഗ, അവൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, ജഗ കി ജഗ, അണ്ടർലൈൻ ജഗ എന്ന വാക്ക് സീലിംഗ് ആയതുകൊണ്ടാണ് മുമ്പ് കീ കൊടുത്തത്. ഫേങ്കത്തെ ഹുയെ, ഫേങ്കന
എറിയുക, എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്തേ പറഞ്ഞത്? ബൈറ്റ് അപ്പ നീ ജഗ, ഇരിക്കടി അവിടെ എന്നും പറഞ്ഞിട്ട്. ആര് പറഞ്ഞു? സുരേന്ദ്ര മാസ്റ്റർ സാഹിബിനെ ക്യാ കഹ? ബൈറ്റ് അപ്പ നീ ജഗ, ഇരിക്കവിടെ. ബേല കാ മൻ ബഹുത് ഖറാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് വല്ലാതെ മോശമായി. ഖറാബ്, ബുരാ എന്നതിന് മറ്റൊരു വാക്കാണ് ഖറാബ്, ചീത്ത. मान साहब चाहे मुझे पीट लेते, चाहे मुझे पीट लेते. സാബിന് വേണമെങ്കിൽ എന്നെ അടിക്കാമായിരുന്നു, എന്നെ അടിക്കട്ടെ എന്നാ. ചാഹെ എന്ന് പറഞ്ഞാൽ ആവട്ടെ എന്നാണ്. ഒരു വാക്കിന് മുമ്പ് ചാഹെ വെച്ചു കഴിഞ്ഞാൽ ആവട്ടെ എന്ന. ചാഹിന നിങ്ങൾ പഠിച്ചിട്ടു, അതല്ലത്. ചാഹിന ആഗ്രഹിക്കുക എന്നാണ്, ചാഹിയെ വേണം എന്നാണ്. ഇവിടെ ചാഹെ എന്നാണ്. ആവട്ടെ, അടിക്കട്ടെ സാബ്. എന്തിന്? മുझे പീട്ടിലെത്തി, എന്നെ അടിക്കാൻ പറ്റും, പീട്ടിനെ അടിക്കുക. മഗർ സാഹിൽ കെ സാമനെ, സാഹിലിന്റെ മുമ്പ് വെച്ച് ആവരുതായിരുന്നു. ഒറ്റ കണ്ടീഷനാണ് ആർക്ക്? बेलाको एक ही शर्त है. क्या है वो शर्त? क्या है वो कंडीशन? क्या है वो? साहिल के सामने मत होना चाहिए, साहिल ने मुंबई വെച്ച് ആവരുതായിരുന്നു. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही. അവൾക്ക് സാഹിലിന്റെ മുമ്പിൽ खुद को സ്വയം തന്നെ ശർമിന്ദ महसूस कर रही. ആ പദം നോക്കണം, ശർമിന്ദ അണ്ടർലൈൻ ചെയ്യണം. പദം ഒരാവശ്യമുള്ള ഒരു പദം നമുക്ക്. എന്താണ് ഷർമിന്ദ? നാണം, നാണക്കേട്, ലജ്ജ എന്നതിനൊക്കെയാണ്. ഷെയിംനെസ് എന്നാണ് പറയാം. ഷർമിന്ദ മഹ്സൂസ് കർ രഹി थी, ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മഹ്സൂസ് കർണ, അനുഭവിക്കുക. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ വോ ജാൻതി थी, അവള് മനസ്സിലാക്കിയിരുന്നു. ജാനിന, അറിയുക, മനസ്സിലാക്കുക. ജാൻതി थी, അറിയുന്നുണ്ടായിരുന്നു. അവൾ എന്താ അറിയുന്നത്? वो साहिल के नजर में बहुत अच्छी है. അവൾ സാഹിലിന്റെ മുമ്പില് കെ സാമനെ എന്താണ്? बहुत अच्छी लड़की है, വളരെ നല്ല കുട്ടിയാണ്. അങ്ങനെ നല്ലതായിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ മുമ്പിൽ വെച്ചിട്ട് മറ്റൊരാൾ നമ്മളെ അപമാനപ്പെടുത്തിയാൽ നമുക്കുണ്ടാകുന്ന പ്രയാസമാണ് ഈ വരിയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. की नजर में बहुत अच्छी है. जब वो उसके पास आकर बैठी, അങ്ങനെ പുസ്തകം കേറപ്പ് കഴിഞ്ഞ് അതിലൂടെ എടുത്തിട്ട് അവള് എപ്പോഴാണോ സാഹിൽ കെ സാമനെ ജാക്കർ ബൈठी, സാഹിലിന്റെ മുമ്പ് പോയിട്ട് ഇരുന്നത്, उससे नजर नहीं मिला पाई. उससे अंडरलाइन, उससे वह प्लस से അവനോട്, से वह प्लस से उससे അവനോട്, അവനിലേക്ക് എന്താക്കാൻ കഴിഞ്ഞില്ല? നസർ നഹി മിലാ പായി, നസർ കൊടുക്കാൻ സാധിച്ചില്ല, ദൃഷ്ടി കൊടുക്കാൻ സാധിച്ചില്ല, നോക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് സാഹിലിന്റെ മുഖത്ത് നോക്കാൻ കഴിയും, നമ്മൾ ഫേസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയില്ല, അതന്നെ ഫേസ് ചെയ്യാൻ സാധിച്ചു. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ? जब वो उसके पास आकर बैठी, उससे नजर नहीं मिला पाई. क्यों? എന്തുകൊണ്ട്? നമുക്കറിയാം എന്തുകൊണ്ടാ. സാഹിലിന്റെ മുമ്പില് വേല വളരെ നല്ല പെൺകുട്ടിയാണ്. സുരേന്ദ്രൻ മാണി സാഹിബ് അവളുടെ മുടി പിടിച്ചത് ആരെ മുമ്പ് വെച്ചായിരുന്നു? സാഹിലിന് മുമ്പ് വെച്ചായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് എന്തിനു പറ്റാതിരുന്നത്? ഫേസ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. അപ്പൊ നമ്മൾ ഈ രണ്ടും കൂടി ചേർത്താണ് ഉത്തരം പറയുന്നത്. ആര്? സുരേന്ദ്രൻ മാണി സാഹിബിനെ സാഹിൽ കെ സാമനെ സെ, സാഹിലിന്റെ മുമ്പ് വെച്ചിട്ട് എന്ത് ചെയ്തു? बेला के बालों में पंजा फसाया. बेला साहिल की नजर में बहुत अच्छी लड़की है, इसलिए उसको नजर नहीं मिला पाई. എന്തിനാ इसलिए വെച്ചത്? ക്യോം കണ്ട ക്വസ്റ്റ്യന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ എന്ത് വെക്കണം? इसलिए എന്ന് വെച്ചു. ക്യോം ഏത് ക്വസ്റ്റ്യന്റെ ബാക്കിലുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഉത്തരത്തിൽ എന്ത് വെക്കണം? इसलिए വെച്ചിരിക്കണം. ഓക്കെ, ഉത്തരം മനസ്സിലായി? അടുത്ത പാരഗ്രാഫ്. അപ്പം ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്തൊക്കെ സംഭവങ്ങളാ അപ്പൊ ഇതിൽ പറഞ്ഞു എന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത് കുട്ടികൾ രണ്ടുപേരും, വേല ഓർ സായ രണ്ടുപേരും കൂടെ വീർബഹൂട്ടി കോച്ചിന, വീർബഹൂട്ടിയെ തിരയലാണ്. രണ്ടാമത് അതും കഴിഞ്ഞ് അവർ കടയിലെത്തിയിട്ട് കടയിൽ ദുക്കാൻദാർ കെ സാമനെ ആക്കർ
वो സ്യാഹി ഭരനെ के लिए आ रहा है. രണ്ടാമത്തെ സംഭവം. സംഭവങ്ങൾ ഓർത്തു വെക്കണം, കാരണം നമുക്ക് ഓർഡർ ആക്കാൻ വേണ്ടി തരും പരീക്ഷ. സംഭവങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നിട്ട് നമ്മൾ അതിനെ ഓർഡർ ക്രമീകരിക്കാൻ വേണ്ടി നമുക്ക് തരുമ്പോൾ രണ്ടാമത്തെ സംഭവം കച്ചവടക്കാരന്റെ മുമ്പിൽ മഷി വെക്കാൻ പറ്റുക. മൂന്നാമത്തെ സംഭവം എന്താണ്? മൂന്നാമത്തെ സംഭവം സുരേന്ദ്ര मान साहब बेला के बालों में पंजाब സായതാണ് മൂന്നാമത്തെ സംഭവം. അപ്പൊ സംഭവങ്ങൾ നമ്മൾ ഓർഡറിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നാലാമത്തേലേക്കാണ് നമ്മൾ കിടക്കുന്നത്. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफेद पट्टी बंदी. ദീപാവലിയുടെ ചുട്ടി എന്താ? ചുട്ടി അവധി. ചുട്ടി എന്ന വാക്ക് സീലിംഗ് ആയതുകൊണ്ടാണ് അതന്നെ. യെസ്, കീ തൊട്ട് മുമ്പ് കീ എന്ന് വന്നിരിക്കുന്നത്. ചുട്ടിയോ കെ ബാദ് ശേഷം, മുമ്പ്, കെ പെഹലെ. ജബ് സ്കൂൾ ഖുലാത്തോ, എപ്പോഴാണോ സ്കൂൾ തുറന്നിരുന്നത്, ബേല കെ സിർപ്പർ, ബേലയുടെ തലന്റെ മുകളില്, സിർപ്പർ സഫേദ് പട്ടി, അർത്ഥം വെള്ള ഒരു ബാൻഡേജ് കെട്ട് നെഞ്ചിയിൽ കെട്ടിയിട്ടുണ്ട്. വലിയൊരു വെള്ള ഒരു ബാൻഡേജ് കെട്ടുമായിട്ടാണ് അവള് ദീപാവലിന്റെ അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് വന്നത്. സഫേദ് പട്ടി. ചില ആളുകളൊക്കെ വന്നിട്ട്, കുട്ടികളുണ്ടല്ലോ, ചെറിയ കുട്ടികളല്ലേ, വന്നിട്ട് വെള്ളക്കെട്ടുകാരി, നല്ല രസമുണ്ടല്ലോ, അവരുടെ കെട്ടുമായിട്ട് ഇങ്ങനെ വന്നാണ്. എന്താ പറയുക, സഫേദ് പട്ടി. കഹിരഹാദ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. തോ കൊഹി, മറ്റുള്ള ചില ആൾക്കാരൊക്കെ സുൽത്താന ഡാക്കു, ഓഹോ ആരാത് വലിയൊരു സുൽത്താന വന്നിരിക്കുന്നത്, സുൽത്താന കൊള്ളക്കാരി, ഡാക്കു എന്നൊക്കെ അത് പേര് ചിലങ്ങനെ വിളിക്കുകയാണ്, ഓരോ പേര്. തോ കൊയ് കുച്ച് ഓർ കഹ്കർ, മറ്റു ചിലര് വേറെന്തൊക്കെയോ അവർക്ക് കിട്ടിയ പേരുകളൊക്കെ അവിടെ അങ്ങനെ വിളിച്ച് കളിയാക്കി കൊടുക്കും. ചിടാരഹാദ, ചിടാന എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, കളിയാക്കുക, ദേഷ്യം പിടിപ്പിക്കുക, അതിനൊക്കെ ചിടാന എന്ന് പറയും. ये क्या हो गया बेला, എന്തേ പറ്റിയ ബേല നിന്റെ ഈ തലക്ക്? സാഹിലിനെ പരേശാൻ होते हुए, വളരെ പ്രയാസത്തോടു കൂടി സാഹിൽ ചോദിച്ചു, എന്തേ പറ്റിയ, എന്ത് നിനക്ക് പറ്റിയ? ആരാ ചോദിച്ചത്? കിസ്നെ പൂച്ച? സാഹിലിനെ പൂച്ച. സാഹിലിനെ ക്യാ പൂച്ച? ബേല ക്യാ ഹോ ഗയാ ബേല. അതെന്താ അവിടെ മനസ്സിലാക്കുന്നത്? അതാണ് ആ ഫ്രണ്ട്ഷിപ്പ് തന്നെ. ബാക്കിയുള്ള ആളുകളൊക്കെ കളിയാക്കുന്ന സന്ദർഭത്തിൽ പോലും ഏറ്റവും ഫ്രണ്ടായ, ഏറ്റവും നമ്മുടെ അടുത്ത സുഹൃത്തായ സാഹിലിന്റെ പെരുമാറ്റം എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉടനെ മറുപടി അവൾ ഇതാ, ചത്ത് റോ, നമ്മൾ പറയുമ്പോ അറ്റത്തുനിന്ന് വീണതാണ് അത് തന്നെ. ചത്ത് സേ ഗിർഗേ, ഞാനേ. മാത്രമല്ല അതിനുശേഷം അവൾ പറഞ്ഞു, ബഹുത്ത് ദിൻ ഹോ ഗേ, ഒരുപാട് നാളുകളായി, ആജ് ഖേൽ ഖണ്ഡിമേ, ഇന്ന് നമ്മളെ PT പീരീഡ് ഗാന്ധി ചൗക്കുമേം, ഗാന്ധി പാർക്ക് ചെന്നിട്ട് ലങ്കടി ടാങ് ഖേലെങ്കി, നമുക്ക് കക്ക് കളി കളിക്കണം. കുറെ നാളുകളായല്ലോ, ദീപാവലിന്റെ അവധിയായിരുന്നു കുറെ. ഇനി ഏതായാലും ഗാന്ധി ചൗക്കിൽ പോയി നമുക്ക് കക്ക് കളി, എന്നാണ് എന്താ പറയാ, നമ്മളെ കക്കിനാ ലങ്കടി ടാങ് എന്ന് പറയാം, കളിക്കണം എന്നാണ്. നെഹി ഖേലെങ്കി, കളിക്കാൻ പാടില്ല. തേരെ സിർമേ ഫിർസെ ലഗ് ജായേഗി, നിന്റെ തലമേൽ വീണ്ടും സംഭവിച്ചാലോ, വീണ്ടും പറ്റിയാലോ. ആരാ പറയണത്? ആരായിരിക്കും പറയാ? സാഹില പറഞ്ഞത്. ആരെ തലക്ക് പറ്റിയാലോ? ബേലയുടെ തലക്ക് പറ്റിയാലോ? ആ ആ ആ കെയർനെസ് അല്ലേ, ആ ബേലയോട് കാണിക്കുന്ന ഒരു വല്ലാത്ത ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു രീതി നമുക്കിവിടെ കാണാൻ സാധിക്കും. നെഹിയിലേക്ക് ഇല്ല, എനിക്ക് പറ്റിയൊന്നുമില്ല. ബേലാനെ സിദ്ദിഖി, സിദ് കർണ എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുക, ഹട്ട് കർണ, വാശി പിടിച്ചു. ഓർ വേ ഹമേശ കി തര, അവർ എല്ലാ സമയത്തും എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ, സാരെ ബച്ചോ കെ സാത്ത്, എല്ലാ കുട്ടികളുടെയും കൂടെ, ഗാന്ധി ചൗക്ക് കി ബാലുമേം, ഗാന്ധി ചൗക്കിലെ മണലിൽ, ബാലു എന്ന് പറഞ്ഞാല് മണലില്, പൂരി ഖേൽ ഖണ്ഡി, ആ പൂർണ്ണമായ PT പീരീഡ് ലങ്കടി ടാങ് ഖേലെ, അങ്ങനെ കക്ക് കളി കളിച്ചു. ഇൻ ബച്ചോं को अपने चारों ओर खेलते देखकर, ഈ കുട്ടികള്
തനിക്ക് ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട് ആർക്ക് ചുറ്റും ഈ ഗാന്ധി പാർക്കിലാണല്ലോ, അതുകൊണ്ട് ഗാന്ധിയുടെ ഈ മൂർത്തിക്ക് കേൾത്തെ ദേക്ക് കർ ഗാന്ധിക്ക് മൂർത്തി ഏസി ദിഖായി പെടുത്തി, ഗാന്ധിജിയുടെ ഈ സ്റ്റാച്ചു ഇങ്ങനെ കാണപ്പെട്ടു. എങ്ങനെ? ജൈസെ എങ്ങനെ? ഓർ സമയസേ കുച്ച് അധിക് മുസ്കുരാരെ, എല്ലാ സമയത്തും ഉള്ളതിനേക്കാൾ ഒരിത്തിരി അല്പം ചിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. അങ്ങനെ സംഭവിക്കും? മൂർത്തി ചിരിക്കോ? കുട്ടികളെ കളി കണ്ടിട്ട് ഇല്ല. പക്ഷെ എന്തോന്ന് അവിടെ ഉണ്ട്. എന്താ നോക്കുക, നമ്മൾ അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഈ വിഷയം തന്നെ കൊടുത്തിട്ട് ലേഖകൻ ചോദിക്കുന്നുണ്ട്, ഇസ്കാ മത്ലബ് ക്യാ ഹൈ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവിടെ മൂർത്തി ചിരിച്ചു എന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടോ? ഇല്ല. മറിച്ച് എന്താണ്, കുട്ടികള് ബച്ചേ മിലൻ കെ സാത്ത്, മിലൻ എന്ന് പറഞ്ഞ ഐക്യം, മിലൻ കെ സാത്ത് ഖുഷീസെ സന്തോഷത്തോടു കൂടെ അവർ കളി കളിച്ചു. യഹ് മിലൻ, ഈ ഐക്യം പ്രകട് കർണേ കെ ലിയെ, വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ആര് ലേഖകന് ഏസാ കഹ, ലേഖകൻ ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെ പറഞ്ഞത്? നേരത്തേക്കാൾ കുറച്ചും കൂടെ അധികം ചിരിക്കുന്നതായിട്ട് തോന്നി എന്ന് പറയാനുള്ള കാരണം ഒരു ചോദ്യമായിട്ട് വരുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മള് അടുത്തൊരു പാർട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ സുരേന്ദ്ര സാറ് മുടി പിടിച്ചതിന് ശേഷം വന്ന സംഭവം എന്താ? തലമ്മല് ദീപാവലിയുടെ അവധി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ വരുന്നതും ഗാന്ധി പാർക്ക് പോയി കളിക്കുന്നതും ഈ ഭാഗമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് പോകും. രവിവാർക്കാദ്യന്ത, ഞായറാഴ്ച ആയിരുന്നു രവിവാർ. നമ്മൾ പഠിക്കുക ആഴ്ചയിൽ ഉള്ള 7 ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. രവിവാർ എന്നും ഇത്തവാർ എന്നും രണ്ടും പ്രയോഗിക്കുന്നതാണ് എന്തിന്? സൺഡേ എന്നത്. ആഴ്ച ദിവസങ്ങൾ അറിയല്ലോ അല്ലേ? രവിവാർ, സോമവാർ, मंगलवार, बुधवार, गुरुवार, शुक्रवार और शनिवार. ओके. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. कौन? साहिल अपने घर में नीम के पेड़, नीम വേപ്പ് മരത്തിന്റെ ചില്ല പിടിച്ചിട്ട് झूम रहा था, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ ഏക്ക് സ്റ്റൂൾ പർ ചടുക്കാൻ ചോദിച്ചാൽ, ഒരു സ്റ്റൂളിന്റെ മുകളിൽ, ഒരു പൊട്ടിയിട്ട് വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് എറിഞ്ഞു വെച്ച ഒരു സ്റ്റൂളിന്റെ മുകളിൽ കയറിയിട്ടാണ് ചടുക്കർ ചുഴുക്കാത്ത, അതിന്റെ മുകളിൽ കയറിയിട്ടാണ് അവനിങ്ങനെ കൊമ്പ് പിടിച്ച് ആടുന്നത്. അച്ചാനക്ക് ടൂട്ടേ സ്റ്റൂൾക്ക് ഏക്ക് കീൽ, പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പൊട്ടിയ സ്റ്റൂളിന്റെ ഒരു കീൽ എന്ന് പറഞ്ഞാൽ ഒരു നെയിലാണി, സാഹിൽക്ക് പിണ്ടലിമയും, സാഹിലിന്റെ കാലിന്റെ താഴെ മസിലിനാണ് നമ്മൾ പിണ്ടലി എന്ന് പറയുന്നത്. പിണ്ടലിന്റെ മോൾ എന്തായി? ലഘു കയറി, അതങ്ങോട്ട് തറച്ച് കയറി. एक इंच गहरा गड्ढा हो गया, ഒരു ഇഞ്ച് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. അങ്ങനെ അവനെയും ഈ കയ്യും പിടിച്ചിട്ട് മറ്റേ ആൾക്ക് കെട്ടുകെട്ടി അതേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. ले जाया गया, കൊണ്ടുപോകപ്പെട്ടു. സർക്കാരി अस्पताल, ഗവൺമെന്റ് ഹോസ്പിറ്റൽ. उसने देखा, അവൻ അവിടെ കണ്ടു. ഉസ്നെ ഏതൊക്കെ ചേർത്തത്? വഹ് പ്ലസ് നെ. ദേഖാ ഈ കണ്ടു. ദോ ലോഗോं को छोड़कर, രണ്ടാളെ അങ്ങോട്ട് കഴിഞ്ഞാൽ ആകെ ബേല ഖടി, അതാ ലൈനിന്റെ മുമ്പിൽ രണ്ടാൾക്ക് ശേഷം മുമ്പിൽ നിൽക്കുന്ന ആരാ? ബേലയാണ്. സിറമേ പട്ടി ബന്ധുവാനെ ആയി, അവളും തലമല കെട്ടിക്കാൻ വന്നതാണ്. സ്കൂൾ ആത്തേ ജാത്തേ, സ്കൂളിൽ വന്നും പോയും കൊണ്ട്, ഓർ കക്ഷാമേ ക്ലാസ്സിൽ കൈ ദിനോത്ത കുറെ നാളുകളോളം ദോ ഏസേ ബച്ചേ ദിഖായി ദേത്തെ, ഇങ്ങനെയുള്ള 2 കുട്ടികളെ കാണപ്പെട്ടു ആ ക്ലാസ്സിൽ. ആരാണ്? ജിൻമേ സേ ഏക് കേ സിർ പർ പട്ടി, ഒരാളുടെ തലന്റെ മുകളിലായിരുന്നു പെട്ടി. ജിൻമേം ജോ പ്ലസ് മേം, ജോ എന്ന ബഹുവചനത്തിന്റെ കൂടെ മേം വരുമ്പോഴാണ് ജിന്മേ വരുന്നത്. ജോൻ എന്നത് സിംഗുലർ ആയിട്ടും വരും, അതും ജിസ്മേം എന്നായിരിക്കും. ഓർക്കണം രണ്ടോ. പട്ടി सिर पर पट्टी बंदी होती और एक की पिंडली में, ഒരുത്തിന്റെ തലമേലും കെട്ടുണ്ടായിരുന്നു, മറ്റവന്റെ കാൽമേലും കെട്ടുണ്ടായിരുന്നു. രണ്ടാളുടെയും കെട്ടുമായിട്ടാണ് ദിവസങ്ങളോളം ആ ക്ലാസ്സിൽ. സഫേദ് പട്ടി വാലെ യേ ദോനോ, വെള്ളക്കെട്ടുകളിലെ ഈ 2 ആൾക്കാരും കഹീം പർ ഭി സാത്ത് ഹി ദിഖായി ദേത്തെ,
പലപ്പോഴും പല സന്ദർഭങ്ങളിലും അവർ ഒരുമിച്ചായിരുന്നു കാണപ്പെട്ടിരുന്നത്. 5वीं कक्षा का रिजल्ट आ गया. സംഭവം കഴിഞ്ഞു. 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. 5ാം ക്ലാസ് വരെയാണ് LP സ്കൂൾ എന്ന് പറഞ്ഞാൽ മുൻകാലത്തൊക്കെ ഉണ്ടായിരുന്നത്. റിസൾട്ട് ആ ഗയ, റിസൾട്ട് വന്നു. दोनों छठी में आ गए. രണ്ടുപേരും 6ാം ക്ലാസ്സിലെത്തി. वो स्कूल 5वीं तक ही था. ആ സ്കൂൾ ആകെ 5ാം ക്ലാസ് വരെയുള്ളത്. അപ്പൊ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവര് മറ്റു സ്കൂളിലേക്ക് മാറണം. സാഹിൽ अब तुम कहाँ पढ़ोगे? സാഹിലെ നീ ഇനി എവിടെ പഠിക്കും? തും അണ്ടർലൈൻ പഠോകെ, അത് രണ്ടും അണ്ടർലൈൻ ചെയ്തു. തുമ്മും പഠോകെ എന്ന്. തും എന്ന് വന്നതുകൊണ്ട് അതിന്റെ ഫ്യൂച്ചർ ടെൻസ് ആണ് പഡ് പ്ലസ് ഓകെ, പഠോകെ എന്ന് വന്നിരിക്കുന്നത്. ഓർക്കാൻ വേണ്ടിയാണ്, ഓർക്ക് നോക്കണം. ബേലാനെ പൂച്ച, ബേല ചോദിച്ചു. ഓർ തും കഹാ പഠോഗി പഠേഗി ബേല, അതേ ചോദ്യത്തിന് മറ്റേ ചോദിച്ചത്. തും കഹാ പഠോഗി ബേല, ബേല നീ എവിടെയാണ് പഠിക്കുക? കണ്ടോ, അവിടെയും തുമ്മ് പഠോഗി, മറ്റേത് തും പഠോഗെ. സ്ത്രീലിംഗം പുല്ലിംഗം വ്യത്യാസം. സാഹിലിനെ പൂച്ച തിരിച്ചങ്ങോട്ട് ചോദിച്ചു. ചോദിച്ചതിന് അതേ മറുപടി മറ്റേ അങ്ങോട്ടും ചോദിക്കാം. മേരെ പപ്പ കഹി രഹേ थे, എന്റെ പപ്പ പറയുന്നുണ്ടായിരുന്നു കി മുझे രാജകീയ കന്യാ പാഠശാല में പഠായ, നിന്നെ ആ രാജകീയ കന്യാ പാഠശാല റോയൽ ഗേൾസ് സ്കൂളിലാണ് പഠിപ്പിക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓർത്തും അപ്പൊ നീ എവിടെയാ? മുझे അഗലെ സാൽ, നിന്നെ അടുത്ത കൊല്ലം അജ്മീർ ഭേജ് ദേംഗെ, അജ്മീറിലേക്ക് പറഞ്ഞയക്കും. അജ്മീർ രാജസ്ഥാനിലാണ് ഈ സംഭവം നടക്കുന്നത് തന്നെ. അപ്പൊ അവിടെ തന്നെയാണ് ഈ അജ്മീർ എന്ന സ്ഥലം കിടക്കുന്നത്. വഹാം ഏക്ക് ഹോസ്റ്റൽ ഹെ, അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്, ഒരു ബോയ്സ് ഹോസ്റ്റൽ ഉണ്ട്. അവിടേക്ക് തന്നെ പറഞ്ഞേക്കും. ഗർസെ ദൂർ വഹാം അക്കേല രഹൂങ്ക, അവിടെ ഞാൻ വീട്ടിൽ നിന്ന് ദൂരെ അക്കേല എലോൺ, ഒറ്റയ്ക്ക് ഞാൻ കഴിയും എന്ന് കിസ്നെ കഹാ? സാഹിലിനെ കഹാ, സാഹിലിനെ പോല. ക്യോ സാഹിൽ? അതെന്താ സാഹിൽ അങ്ങനെ? പത്താ നെഹി ക്യോ, പത്താ നെഹി ക്യോ, എന്താ പത്താ നെഹി? ജാൻതാ നെഹി, അറിയില്ല. മാലൂം നെഹി, അറിയില്ല എന്താണെന്ന്. तो यानी कि तुम फुलेरा में ही नहीं रहोगे? അപ്പൊ ഇനി നമ്മളെ ഈ ഫുലേര ജംഗ്ഷനിൽ ഇനി കാണൂല. തുമാരാ റിസൾട്ട് കാർഡ് ദിഖാനാ, മറുപടി പറഞ്ഞില്ലേ? നെഹി, ഇല്ല. ഇനിയിപ്പോ അങ്ങനെ പോയിക്കോട്ടെ, നിന്റെ റിസൾട്ട് കാർഡ് ഉണ്ടല്ലോ, നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്, അതൊന്നും ഇങ്ങനെ കാണിക്കും. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഓർ ബേല സാഹിബ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ റിസൾട്ട് കാർഡ്, പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആജ് ആഖിരി ബാരി, ഇന്ന് ലാസ്റ്റ് ബാരി മീൻസ് ചാൻസ്, അവസരമാണ്. വേ ഏക് ദൂസരേക്ക് കാർഡ്, ദൂസരേക്ക് കൊയ് ചീസ്, ഏതെങ്കിലും ഒരു വസ്തു ഒരാൾ മറ്റേണ്ടത് ചൂക്കർ ദേഖ് രഹേ, ചൂന തൊടുക, തൊട്ടിട്ട് നോയിക്കൊണ്ടിരിക്കുന്ന അവസാനത്തെ, തുടക്കം മുതൽ ബീർബഹൂട്ടിയെ തൊട്ട് ഒരുമി പെറുക്കിക്കൊണ്ടിരിക്കുന്ന തുടങ്ങിയിട്ട് പല സന്ദർഭങ്ങളും കഴിഞ്ഞു പോയിട്ട് അവസാനം അവര് പിരിയുന്ന ഒരു രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൊട്ടുകൊണ്ട് നോയിക്കൊണ്ടിരിക്കുന്ന അവസാനത്തെ സമയമായിരുന്നു. തുമാരി ആസുമേം, സോറി, തുമാരി ആങ്ക് മേ ആസു ക്യോ ആ രഹേ ഹേ ബേല, എന്താ നിന്റെ കണ്ണെന്ന് ഇങ്ങനെ ആങ്ക്, തുമാരി ആങ്ക്, ആങ്ക് സീലിംഗ് ആയതുകൊണ്ടാണ് തുമാരി ആങ്ക് എന്ന് പറഞ്ഞത്. എന്നിട്ട് ആസു വന്നുകൊണ്ടിരിക്കുന്നത്, ആസു എന്താ? ടിയേഴ്സ് അല്ലെ, കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ വരുന്നോണ്ട് എന്തേ പറ്റി, എന്തിനാ കരയുന്നത്? മുജെ ക്യാ പത്ത, എനിക്കറിയില്ല. ക്യാ പത്ത, എന്തറിയാമെന്നതിനർത്ഥം, അത് എനിക്കറിയില്ല എന്നർത്ഥം. ബേലാനെ ഡബ്ഡബായി ആങ്കോസെ, ഇടറുന്ന ശബ്ദത്തോടു കൂടി ഹസ്തേ ഹിയെ കഹ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാഹിൽ की आंखें ബീർബഹൂട്ടി की तरह लाल होने लगी. അപ്പോഴേക്കും സാഹിലിന്റെ കണ്ണുകളും ബീർബഹൂട്ടിയെ പോലെ ചുവക്കാൻ തുടങ്ങിയിരുന്നു. और उनमें अंडरलाइन उनमें वे प्लस में बारिश की बूंदी सा, വെള്ളത്തിന്റെ തുള്ളികളെ പോലെയുള്ള പാനി ഭർഗയാഥ, കണ്ണുനീർ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ബേല കന്നലകി, ബേല പറയാൻ തുടങ്ങി. മേ ചിതാവും അബുദ്ധമേ, ഞാൻ ഇതൊന്ന് ദേഷ്യം പിടിപ്പിച്ചോട്ടെ, ഒന്ന് കളിയാക്കട്ടെ ഞാൻ നിന്നെ. രോനി സൂറത്ത് സാഹിൽ, രോനി സൂറത്ത് കരണമായുള്ള രൂപം, സൂറത്ത് ഷേപ്പ്. സാഹിൽ ഇതാ കരയുന്ന പോലെ നിൽക്കുന്നു. നമ്മൾ ചെറിയ കുട്ടികളെ കരയിപ്പിക്കാൻ വേണ്ടി നോക്കല്ലോ, പറയുന്നോണ്ട് ഇവിടെ കുട്ടി എന്ത് ചെയ്യും? അങ്ങനെ ഒരു കരയും. അതേപോലെ ഇവനെ കരയിപ്പിക്കണം. ഇനി ഇതിന്റെ അവസാനത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്.
രണ്ടാൾക്കാർ തമ്മിൽ പിരിയുന്ന ഒരു ഭാഗമാണ് ഇനി ഈ ചാപ്റ്ററിന് ലാസ്റ്റ്. വളരെ കുറഞ്ഞ വളരെ രസകരമായ ഒരു വിട, ഒരു വേർപാട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പിന്നെ രണ്ടുപേരും തമ്മിൽ रिजल्ट आ गया, രണ്ടുപേരും കൂടി परस्परम आपस में अपना अपना रिजल्ट का प्रोग्रेस रिपोर्ट देख रहे हैं, अपने अपने आंखों से विदाई की आंसुएं വേർപാടിന്റെ കണ്ണുനീർ ആംഗോं से आ रही है. അങ്ങനെ അവസാനത്തെ ഭാഗം ബാരിഷ് ആനെ മേം 1.5 മഹീന ബാക്കി, മഴ വരാൻ ഇനി 1.5 മഹീന ബാക്കി ഉണ്ടായിരുന്നു. 1.5 മഹീന 1.5 month അല്ലെ, 1.5 മാസം ബാക്കിയുള്ള സമയത്താണ് ഈ ഇത് നടക്കുന്നത്. മഴ വരാൻ 1.5 മാസം, മഴ വരാൻ 1.5 മാസം നോക്കുക. लेकिन ये बारिशों से पहले की बारिश का एक दिन था. എന്നാൽ ഈ ദിവസം മഴയുടെ മുമ്പ് വരുന്ന മഴയുടെ ഒരു ദിവസമായി. ആസ്മാൻ മേം ഘട്ടായും ഘിരീജി, आसमान में आकाश में घटाए घटाए बादल घटाए बादले മേഘങ്ങള് ഗിരീജി വലയം ചെയ്തിട്ടുണ്ടായിരുന്നു. ധൂൽ ഭരി തേസ് ഹവായിൽ, പൊടി നിറഞ്ഞ ധൂൽ ഡസ്റ്റ് നിറഞ്ഞ തേസ് ഹവായിൽ ശക്തമായ കാറ്റ് ചല്ലഹീജി വീശുന്നുണ്ടായിരുന്നു. പാനി ബരസ്ജഹാദ, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫുലേര കസ്ബേക്ക് ബാദൽ ഛായേ ഏക, ഫുലേര ആ സിറ്റിയിലെ മേഘം നിറഞ്ഞ ഏക് ഗലിമേം, അതാ ഒരു സ്ട്രീറ്റില് 5 വയസ്സേ ചടിമേ ചലി ഗയി, 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഏക് ലഡ്കി ചാരഹീജി, ഒരു പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ ഭൂരെ ബാൽ, അവളുടെ തവിട്ട് നിറത്തിലുള്ള ആ മുടിയുണ്ടല്ലോ, ബീർബഹൂട്ടിക്ക് റിംഗിക്ക് ലാൽ റിബൺ സെ ബന്ധേതെ, ബീർബഹൂട്ടിയുടെ നിറത്തിലുള്ള ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ദൂസരി ദിശ की ओर, മറ്റേ നേരെ ഓപ്പോസിറ്റ് ജംഗ്ഷനിൽ ഓപ്പോസിറ്റ് ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന की जाती एक गली में, അതായത് ഒരു റോഡിലൂടെ 5 മീൻസേ ചടി में गया, 5ൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ एक 11 साल का लड़का, ഒരു 11കാരനായ ആൺകുട്ടിയും ജാരഹാദ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. इसकी पिंडली में, ഇവന്റെ കായലത ബീർബഹൂട്ടിക്ക് രംഗ് കാസ, ബീർബഹൂട്ടിയുടെ അതേ നിറത്തിലുള്ള 1 ഇഞ്ച് ലംബ ചോട്ട്, 1 ഇഞ്ച് നീളത്തിലുള്ള നീളമുള്ള ഒരു മുറിവ് ചോട്ട്, മുറിവ് കായൽ ഉണ്ട്. നിശാന്ത, അതിന്റെ ഒരു മാർക്ക്, ഒരു അടയാളം അവിടെ ഉണ്ടായിരുന്നു. അതുകൂടി പാഠം കഴിയണം. അവിടെ ഒരു ചോദ്യം ഉണ്ട് അല്ലേ, എന്താണ് ചോദ്യം? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ये बारिशों से पहले की बारिश का एक दिन था. कहानी के प्रसंग में, കഥയുടെ ആ സന്ദർഭത്തില് ये कैसे सार्थक होता है, ഇതെങ്ങനെയാണ് മീനിങ് ഫുൾ ആയിട്ട് വരുന്നതെന്നാണ്. മഴയ്ക്ക് മുമ്പുള്ള മഴ എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം എന്താ മഴയ്ക്ക് മുമ്പുള്ള മഴയിൽ എന്താ ബന്ധം? ഒന്നുമില്ല. എന്താ? इनके विदाई के संदर्भ में, विदाई के अवसर पर इन दोनों बच्चों की आंखों से जो आंसू बह रही हैं, ഏതൊരു കണ്ണുനീരാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇൻ ആൻസുओं को कहानीकार यहाँ बारिश के पहले की बारिश कहा गया. മഴക്കാലത്തിന്റെ മുമ്പത്തെ മഴ എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീരിനെയാണ്. അവിടെയാണ് കൊടുങ്കാറ്റും മേഘവും ഒക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും വേർപാടിന്റെ ആ വിരഹ ദുഃഖവുമാണ് ആ അവിടെ മേഘമായിട്ടും കാറ്റായിട്ടും കോളായിട്ടും ഒക്കെ തന്നെ ഉദാഹരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു വർണ്ണനയാണ് കഹാനിക ഈ കഥയുടെ അവസാനത്തിൽ